അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മദദ് ഖുർആൻ ക്ലാസ് സൂറത്തു മറിയം ആയിട്ട് ಏನನ್ನ വിവരിക്കോണ്ട്. സൂറത്തുൽ ഫത്ഹ് ഓരോ ആയത്തും വിശദീകരിച്ച് അത് നമുക്ക് തീർത്ത് ഇന്ന് മുതൽ സൂറത്തു മറിയം നാളെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ കൂടെ പഠിക്കണ ആളുമാർക്ക് ആയിട്ട് ക്ലാസ് ഇൻഷാ അല്ലാഹ് സൂറത്തു മറിയമ്മയുടെ 2 ആയത്തായിട്ട് ഇന്ന് ഞാൻ വിശദീകരിക്കൊണ്ടത്. അപ്പൊ അത് കേട്ട് അത് മനസ്സിലാക്കി അതേപോലെ ഓതി കേൾപ്പിക്കുക. അള്ളാഹു എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യട്ടെ. നാളെ ഒരു മുഹിബ് ഇഷ്ടപ്പെട്ടാലും അയാള് നമുക്കൊരു മൊബൈൽ തന്നു. അപ്പൊ അതിലെ ഫസ്റ്റ് ക്ലാസ് ആയിട്ട് കഴിഞ്ഞിട്ട് അള്ളാഹു അയാളും കുടുംബത്തിലും അള്ളാഹു ബറക്കത്ത് ചോദിച്ചു കൊടുക്കുമാറാകട്ടെ. അല്ലെ ബിസിനസ്സിൽ അള്ളാഹു ബറക്കത്ത് ചോദിച്ചു കൊടുക്കുമാറാകട്ടെ. അയാളെ ബാപ്പകും ഉമ്മകും അള്ളാഹു ആഫിയത്തും ദീർഘായുസും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ. ബിസിനസ്സിൽ അള്ളാഹു ബറക്കത്ത് ചോദിച്ചു കൊടുക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സൂറത്തു മറിയം അത് മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രത്തിൽ ചൊല്ലത് കൊണ്ടായിട്ട് ആ സൂറത്തു മറിയം എന്ന് പേര് വെച്ചത്. ഇതിൽ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ 30 വട്ടം ഇതിൽ പേര് ചൊല്ലും. ഒരുപാട് മഹതിമാരുണ്ടെങ്കിലും പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പേരെടുത്ത് ചൊന്നത് മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ മാത്രം. വേറെ ഒരു പെണ്ണുങ്ങളെ പേര് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല വ്യക്തമാക്കി പേരെടുത്ത് ചൊന്നിട്ടില്ല. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ പേര് ഇതിൽ 30 വട്ടം ആവർത്തനാക്കിയിട്ടായിരിക്കും ചൊന്നത്. അതൊക്കെയുള്ള ഒരു കാരണം എന്താണെന്നുണ്ടെങ്കിൽ മഹാനായ ഈസാ നബി അലൈഹി സ്വലാമിന്റെ ഉമ്മയായിട്ട് മറിയം ബീവി. ഈ മറിയം ബീവിയെ സംബന്ധിച്ച് മുശ്രിക്കീങ്ങൾ ചില ആൾമാർ എന്താക്കിയെന്ന് ചൊല്ലുന്നത് മറിയം ബീവി അള്ളാഹുടെ പെഞ്ഞായി എന്ന്. അപ്പൊ ഒരു പെഞ്ഞായിയുടെ പേര് ഒരു വലിയ സ്ഥാനമുള്ള ആള് പെഞ്ഞായിയുടെ പേര് അങ്ങനെ വ്യക്തമായിട്ട് ചൊല്ലേണ്ടില്ല, അങ്ങനെ ചൊല്ലില്ല. സാധാരണ അങ്ങനെ പല ആൾമാരൊക്കെ അങ്ങനെ ചൊല്ലുന്നേ പെഞ്ഞായിട്ട് യജമന്തിണ്ടോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ചൊന്നേനെ പേര് അത്ര ചൊല്ല എന്നുള്ളത് അത്ര ഉചിതമല്ല എന്നർത്ഥം. തെറ്റോ ഹറാമുണ്ടല്ല, അത്ര ഉചിതമല്ല, സ്ഥാനത്തൊട്ട് അത് യോജിച്ചതല്ല എന്നുള്ളത്. അപ്പോ അതുകൊണ്ടായിട്ട് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മറിയം ബീവിയുടെ പേര് തന്നെ അങ്ങനെ വ്യക്തമാക്കി ചൊന്നത്. എന്താ ഇപ്പൊ പേര് ചൊന്നില്ലെങ്കിൽ അങ്ങനെ ചൊല്ലാൻ തരാം. അത് അള്ളാഹുടെ പെഞ്ഞയായതുകൊണ്ടല്ലേ അള്ളാഹ് പേര് ചൊന്നില്ലല്ലോ കുറയുന്നുള്ളത്. അപ്പോ അതും കൂടി പെഞ്ഞയ അല്ല. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് ക്രിസ്ത്യാനികൾ, അതായത് നസാറാക്കൾ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വിശ്വാസം എന്തെങ്കിലും ഈസാ നബിയെ സംബന്ധിച്ച് അള്ളാഹുടെ മോനോട്ടും മറിയം ബീവിയുടെ അള്ളാഹുടെ പെഞ്ഞായിട്ടൊക്കെ ചൊല്ലുന്നുള്ളത്. അപ്പൊ അതിനെ വിരോധിച്ചു കൊണ്ടായിട്ട് ഈ സൂറത്തിലൂടെ കൂടെ മറിയം ബീവി അള്ളാഹുടെ അടിമയായ, അതായത് ഞങ്ങളെ പോലത്തെ ഒരു മനുഷ്യ പെണ്ണ് തന്നെയായിട്ട്, അതല്ലാണ്ട് അള്ളാഹുടെ പെഞ്ഞായി ഒന്നും അല്ല. ഈസാ നബി അലൈഹി സ്വലാമും അള്ളാഹുടെ അടിമ തന്നെയായിട്ട് അപ്പൊ ഞങ്ങളെ പോലത്തെ എന്ന് ചൊന്നത് സ്ഥാനത്തിലല്ല, ഞങ്ങൾ അള്ളാഹുടെ പടപ്പുങ്ങ എന്ന അർത്ഥത്തിൽ മാത്രം. അല്ലാണ്ട് സ്ഥാനത്തിൽ എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വലിയ സ്ഥാനം കൊടുത്ത് പദവി കൊടുത്ത് ആദരിച്ച മഹദിയായിട്ട് മറിയം ബീവി റളിയല്ലാഹു തആല. അപ്പൊ ആ സൂറത്തു മറിയം ഇൻഷാ അല്ലാഹ് അതില് നമുക്ക് ഒന്ന് ഓതി ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാഫ്ഹാ യാ ഐൻ സാദ്. ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സകരിയ്യ. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. ഈ 2 ആയത്തായിട്ട് അപ്പോ ഇത് ഹർഫുകളായിട്ട് ഇതൊക്കെ ഞങ്ങൾ അർത്ഥം വെക്കറിട്ടില്ല. അതിൽ അർത്ഥം എന്തിനായിട്ട് ഞങ്ങൾ ഒന്നില്ല. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റവും അറിയവനായിട്ട് ഇതിലർത്ഥം എന്തിരേ എന്നുള്ളത് ഹർഫുകളായിട്ട് യാസീൻ, ഹാമീം, അതേപോലെ തന്നെ ആയിട്ട് ഇത് ഹർഫ്. അപ്പൊ ഇതിനെ വ്യാഖ്യാനിച്ച് ചില അർത്ഥങ്ങൾ വിശദീകരിച്ച പണ്ഡിതന്മാരുള്ള മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലത്തെ
അത് അള്ളാഹുടെ പേര് ഇത് എന്നുള്ളത്, ഖുർആന്റെ പേരും ചൊല്ലുന്നുള്ളത്, അള്ളാഹുടെ ഇസ്മുൽ ആദം എന്നും. അതുകൊണ്ടായിട്ട് മഹാന്മാരൊക്കെ അങ്ങനെ പിന്നെ ഹിസ്ബുകളിൽ അങ്ങ് പതിവായിച്ചോണ്ട ദിക്റുകളിൽ ഇത് ചൊന്നുകൊണ്ടിരുന്നത്. അതുപോലെ സൂറത്തിലെ പേര് എന്നും, അല്ല അള്ളാഹു താല സത്യമിട്ട് ചൊന്ന ഒരു സത്യം എന്നൊക്കെ, അതല്ല അള്ളാഹു താല അവനെ തന്നെ സ്തുതിച്ചു ചൊന്നത് എന്നൊക്കെ അതിനെ വിശദീകരിച്ചാൽ കൊള്ളാം. അപ്പൊ ഞങ്ങൾക്കതിലെ അർത്ഥം പഠിക്കേണ്ടതോ മനസ്സിലാക്കേണ്ടതോ ആവശ്യമില്ല. അതിനെ സംബന്ധിച്ച് ഞങ്ങൾ ചൊല്ലുന്ന ഒരേ ഒരു വിഷയമായിട്ട് അള്ളാഹു അലം ബി മുറാദി ബിദാലിക്, അതിന്റെ ഉദ്ദേശം എന്തിനെ ചെന്നിട്ട് അള്ളാഹു റബ്ബു സുബ്ഹാനഹു വ തആല അറിഞ്ഞവനായിരിക്കും. ഞങ്ങൾക്കത് ഓതകായിട്ടിരിക്കുന്നത്, ഞങ്ങളെ ക്ലാസ് ഓതകായിട്ടിരിക്കുന്നത്. അപ്പൊ അത് ഞങ്ങൾ ഓതേണ്ടത് നിങ്ങൾ ഈ സൂറത്ത് തന്ന ഉടനെ നിങ്ങൾ നോക്കുക, കാഫ് ഹാ യാ ഐൻ സാദ് എന്ന് തന്ന അവിടെ ഈ കാഫ് ഇതിന്റെ മേലെ ഗറുണ്ട്, ഹ യാ ഐൻ സാദ്, ഐനിന്റെ മേലുണ്ട്, സാദിന്റെ മേലുണ്ട്. ഈ മൂന്ന് മാത്രമേ മേലെ അഡ ഗറയിട്ടിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ ഗറയിട്ടത് ഇത് ഹർഫിന്റെ മേലെ പറയുമ്പോ അത് മദ് ലാസിമായിട്ടുണ്ട്. ഞങ്ങളെ തജ്വീദ് ക്ലാസ്സിൽ മദ് ലാസിം എന്തിനെ വിശദീകരിച്ചിട്ടുണ്ട്. നാളെ മദ് തജ്വീദ് ക്ലാസ്സിൽ അടിച്ചു കൊടുത്തെങ്കിൽ അതിൽ ഈ ക്ലാസ്സുകളൊക്കെ പണ്ട് അതിൽ മദ് ലാസിമിനെ സംബന്ധിച്ച് വിശദീകരിച്ച് അവിടെ ഇതൊക്കെ ചൊന്നതായിരിക്കും. അപ്പൊ ഈ ഗറയിട്ടത് 6 അർത്ഥത്ത് നീട്ടണം. ഇത് ഹ, ഇതൊക്കെ 2 അർത്ഥത്ത്, യാ ഇതൊക്കെ 2 അർത്ഥം. അപ്പോ ഇതിനായിട്ട് പിന്നെയും രണ്ടോതി ജാസ്തി ഇതിന് നീട്ടണം. കാഫ് ഹാ യാ ഐൻ സാദ് ഇങ്ങനെ ആയിട്ട് ഇതിനെ ഞങ്ങൾ ഓതേണ്ടത്. ഇനി ഇതിനെ നീട്ടമുള്ള കാരണം എന്തെങ്കിലും ഇങ്ങനെ നോക്കുക. ഉടനെ ഈ കാഫ് ചൊന്ന് ഈ മദ്ദക്ഷരം, ഇത് മദ്ദക്ഷരം ചൊന്ന നിങ്ങൾ പഠിച്ചതായിരിക്കും. അതിൽ പിന്നെ ഈ സുക്കൂൺ വന്നത് എന്നതായിരിക്കും ഇതിന് കൂടുതൽ നീട്ടമുള്ള കാരണം. ആ മദ്ദക്ഷരം അലിഫ് വാ യാ അല്ലെ. ഇതിന് പിന്നെ ഹംസ വന്നെങ്കിൽ നീട്ടം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതായിരിക്കും. അതേപോലെ മദ്ദക്ഷരത്തിൽ പിന്നെ സുക്കൂൺ വന്നെങ്കിലും നീട്ടണം. അതുകൊണ്ടായിരിക്കും ഇതിലെ 6 അർത്ഥത്തിൽ ഹ എന്ന് എഴുതുമ്പോഴത്തേക്കു അവിടെ സുക്കൂൺ ഇല്ല, അവിടെ ഇത്ര മാത്രം ആ അക്ഷരത്തെ പേര് മാത്രമേ ചൊല്ലൂ. യാ എന്ന് എഴുതിയവിടെ ഇത്തരമേ ഉള്ളൂ, ഹ യാ. ഐൻ എന്ന് എഴുതിയോടെ നോക്കണം, ഐനോടെ 3 സുക്കൂൺ വന്ന് ഇത് ലീൻ അക്ഷരത്തിൽ പിന്നെ ലീനാക്ഷരം കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചതായിരിക്കും. ഐൻ ഐൻ എന്ന് പറയുമ്പോൾ 3 സുക്കൂൻ അല്ലേ. നെക്സ്റ്റ് അക്ഷരം സ്വാദു അല്ലേ, സ്വാദ്. മദ്ദക്ഷരത്തിൽ പിന്നെ സുക്കൂൻ വന്ന്, മദ്ദക്ഷരത്തിൽ പിന്നെ സുക്കൂൻ വന്ന്, ഉടൻ ലീൻ അക്ഷരത്തിൽ പിന്നെ സുക്കൂൻ വന്ന്. അതുകൊണ്ടായിട്ട് ഇതിൽ അങ്ങനെ നീട്ടരുത്. അപ്പോ കൂടുതൽ നീട്ടണമെങ്കിൽ 2 കാരണമായിട്ടുണ്ട്. മദ്ദക്ഷരത്തിൽ പിന്നെ ഒന്ന് ഹംസ് വന്നെങ്കിൽ അതിൽ യാറ നീട്ടും. അത് മദ് മുത്തസിലോ മുൻഫസിലോ ആയിട്ട് വേണ്ട അത് 7 അർത്ഥത്തിൽ നീട്ടണമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾ വിശദീകരിച്ചത്. രണ്ടാമത്തെ ഒരു കാരണം മദ്ദക്ഷരത്തിൽ നിന്ന് സുക്കൂൺ വേണ്ടേ. അപ്പൊ സുക്കൂൺ ഞാൻ മുന്നേ വിവരിച്ചത് ഖുർആനിൽ അത് ഇങ്ങനെ ഇട്ടില്ലേ, ഇങ്ങനെ കൂടിയിട്ടില്ല. കാഫ് ഹാ യാ ഐൻ സാദ്. അപ്പൊ ഇതില് ഈ 3 ഹർഫുകൾ നീട്ടണം. കാഫ് ഹാ യാ ഐൻ ഐറ്റ് യാത്ര പിന്നെ നൂനല്ല വന്നത്, നൂനുക്ക് സുക്കൂനായിട്ട് നെക്സ്റ്റ് സാധല്ല. അപ്പൊ ഈ നൂന് ഇഖ്ഫാണ്. നൂന് ഇഖ്ഫാ നൂനുടെ മൂക്കിൽ കടത്താണ്. ഐൻ സാദ്. രണ്ടാമത്തെ ذكر رحمة ربك عبده زكريا. ذكر റഹ്മത്തി എന്നല്ല അവിടെ ആണത്.
ദിക്റു എന്നതിന്റെ ദാൽ, സക്കരിയാന്റെ ഇവിടെ സ. അപ്പൊ ഇത് കൊടിനാവ് ചൊല്ലണം, ഇത് സാട്ട് കറക്റ്റ് ചൊല്ലണം. ദിക്റു റഹ്മതി റബ്ബിക അബ്ദഹു സക്കരിയ, സക്കരിയ. ഇത് നാട് കൂടി പല്ലട് കൂടി കട്ടിട്ട് ഇത് കറക്റ്റ് ചൊല്ലണം. ذكر رحمة ربك عبده زكريا. ഇത് ദിക്റു റഹ്മത്തി റബ്ബിക, നബിയെ നിങ്ങളെ റബ്ബ് റഹ്മത്ത് ചെയ്തതിനെ സംബന്ധിച്ച് ചൊല്ല്. അബ്ദഹു അല്ലാഹു അവന്റെ അടിമകൾ, അതായത് സക്കരിയ, സക്കരിയ നബി അലൈഹിസ്സലാമുക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല റഹ്മത്ത് ചെയ്തതിനെ സംബന്ധിച്ചായിട്ട് ഇപ്പൊ ചൊല്ല് എന്ന്. അപ്പൊ മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാമുക്ക് അള്ളാഹ് ചെയ്ത റഹ്മത്ത് അതിനെ ചൊല്ലുക പോണ്ട്. അത് എന്തിനേം ചെന്നിട്ടുള്ള അപ്പുറം ചൊല്ലും. അപ്പൊ മറിയം ബീവി റളിയല്ലാഹുവിന്റെ സ്റ്റോറി അത് പണ്ട്. അപ്പൊ ഫസ്റ്റ് കൂടെ ഇപ്പൊ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ വിഷയം ചൊന്നിട്ട് പിന്നെ ആയിട്ട് മറിയം ബീവി റളിയല്ലാഹുവിനെ സംബന്ധിച്ച് ചൊല്ലും. അപ്പൊ 2 ആയത്തായിട്ട് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ വിശദീകരിച്ചത്. അപ്പൊ അത് കേട്ട് കാത് കൊടുത്ത് അതേപോലെ ഓതി കേൾപ്പിക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ. ഒന്നും കൂടി ഞാൻ അതിൽ ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാഫ് ഹാ യാ ഐൻ സാദ്. ദിക്റു റഹ്മതി റബ്ബിക അബ്ദഹു സക്കരിയ. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.